അഭിമന്യു എന്താ പറയണ്ടേ, അഭിമന്യു ഷമ്മി തിലകൻ, ആ പേരിൽ തന്നെ എല്ലാം ഉണ്ട് അല്ലേ? മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സിനിമാ കുടുംബത്തിൽ നിന്നാണ് അഭിമന്യു വരുന്നത്. എന്തുകൊണ്ടാണ് മാർക്കോ? മാർക്കോ ഇതുപോലൊരു ഒരു ദിവസം ഉണ്ണിച്ചേട്ടൻ എന്നെ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചു, വാട്സാപ്പ് ചെയ്തു, ഇതുപോലെ ഹായ് അഭിമന്യു, ദിസ് ഉണ്ണിമുകുന്ദൻ. അങ്ങനെ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു. അതിനുശേഷം ഹനീഫ് അദേനി അദ്ദേഹം എന്നെ ഒരു വില്ലനാണ്, വെറും വില്ലനല്ല, ഇതുപോലത്തെ ഒരു വില്ലൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കൂടുതലൊന്നും കേൾക്കേണ്ടി ഇരുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ ഒരു വെറും വില്ലനല്ല, ഇതുപോലത്തെ ഒരു വയലന്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. പിന്നെ ബാക്കി ഞങ്ങൾ അതിനുശേഷമാണ് ഞങ്ങൾ സ്റ്റോറിയെ പറ്റി ഞങ്ങൾ സംസാരിക്കുന്നത് തന്നെ. ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, അപ്പോൾ അത്ര ഈസി ഒന്നുമല്ല ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ പഠനകാലം എന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും PSC എഴുതിയിട്ടുണ്ട്, BSNL ജോലി കിട്ടിയിട്ടുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് സിനിമ? അല്ല, എനിക്ക് അങ്ങനെ നിൽക്കാനായിരുന്നില്ല. എനിക്ക് സിനിമ തന്നെയായിരുന്നു എനിക്കിഷ്ടം. സിനിമ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ. എൻ്റെ കൊച്ചിലായിട്ടുള്ള എൻ്റെയും വീട്ടുകാരുടെയൊക്കെ ആഗ്രഹം തന്നെയായിരുന്നു, സിനിമയിൽ കയറണം എന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു. അപ്പോൾ ആ കൊച്ചിലെ തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് കൂടിയും അച്ഛൻ ഒരു വിധത്തിലും സഹായിച്ചിട്ടില്ല? അല്ല, അങ്ങനെ എനിക്ക് അങ്ങനെ സഹായിക്കാൻ വേണമെന്നോ, മീൻ ഓഫ്കോഴ്സ് തോന്നിയിട്ടുണ്ട് അച്ഛൻ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ എന്ന്. പക്ഷേ പിന്നെ ഞാൻ അന്ന് എനിക്ക് അത്രയും ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആലോചിച്ച് എന്തിനാ അങ്ങനെ വേണ്ട, ഞാൻ എൻ്റെതായ രീതിയിൽ കയറട്ടെ എന്ന് ഞാൻ തന്നെ വിചാരിച്ചു. അച്ഛനും അങ്ങനെ തന്നെ ചെയ്തത്. പിന്നെ എനിക്ക് പിന്നെ അച്ഛൻ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനും ചെയ്യാൻ പോലെ പിന്നെ വരുമല്ലോ, എന്തായാലും എപ്പോഴെങ്കിലും കിട്ടും. ഈ എങ്ങനെയാണ് ഉണ്ണിമുകുന്ദൻ കണ്ടെത്തിയത് അഭിയെ? പലയിടത്തും ഇതുപോലെ വാട്സപ്പിൽ ഉണ്ണി മെസ്സേജ് ചെയ്തു എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് ആ കണ്ടെത്തലുണ്ടായത്? എനിക്ക് ഉണ്ണിച്ചേട്ടനെ അറിയാം. ഉണ്ണിച്ചേട്ടൻ എന്നെ അറിയില്ലായിരുന്നു, ഞാനിങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പുള്ളിക്ക് ഒരു പക്ഷേ അറിയില്ലായിരിക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെനീം സെയ്ദ് എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്. പുള്ളിയാണ് എന്നെയും കബീർജീനെയും യുക്തിനെയൊക്കെ മാർക്കോയിലോട്ട് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ പുള്ളി എൻ്റെ ഒരു പഴയ ഫോട്ടോ, അതായത് ഞാനും അച്ഛനോട് നിൽക്കുന്ന ഒരു എഡിറ്റഡ് ഫോട്ടോ പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് ഭയങ്കര വൈറലായിരുന്നു. അന്ന് ഈ മനുഷ്യൻ അതുപോലെ ആ ഫോട്ടോ കണ്ട് നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതെനിക്കതൊരു 2 years ബാക്ക് എന്തോ ആണ് ആ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടിരുന്നത്, ഞാനും ആ പയ്യനും ഇട്ടിരുന്നത്. പക്ഷെ അതിപ്പോഴാണ് അതിൻ്റെ ഇത് വന്നത്. അത് നമ്മളിലേക്ക് അല്ലേ, നമ്മുടെ വിധി ഇപ്പോഴാണ് ഓണായത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും, എനിക്ക് തോന്നുന്നു അഭി തന്നെ പറയുണ്ടായി, ഒത്തിരി ഇന്റർവ്യൂസ് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇന്റർവ്യൂവിന്റെ താഴെയൊക്കെ പലരും വന്ന് എവിടെ ആയിരുന്നു ഇത്രയും കാലം ചോദിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു ഇത്രയും കാലം? അല്ല, എനിക്കിപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. എനിക്ക് കൊച്ചിലേക്ക് ഒരുപാട് ഓഫീസ് വന്നിട്ടുണ്ട്. പക്ഷെ അന്നേരം വീട്ടുകാരതിന് പറയുമായിരുന്നു, ഞാൻ എന്തുകൊണ്ട് എന്നെ നേരത്തെ വിട്ടാൽ, എനിക്ക് അന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് വീട്ടുകാർ പറഞ്ഞിട്ട് ഇപ്പോഴേ വേണ്ട, എൻ്റെ സ്കൂളും കോളേജും ഒക്കെ കഴിയട്ടെ. ഇവിടെ സ്കൂളും കോളേജും കഴിഞ്ഞല്ലോ, പിന്നെ എന്താ വിടാത്തത്? അപ്പോൾ പിന്നെ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടട്ടെ, നല്ലൊരു എൻട്രൻസ് കിട്ടട്ടെ, പിന്നെ അത് മാത്രമല്ല നീ സെറ്റിൽ ആവട്ടെ. കാരണം സിനിമ ഓഫ് കോഴ്സ് ഒരു ഭാഗ്യ പരീക്ഷണമാണ്. അതും ഇതുമില്ലാത്ത അവസ്ഥയാവും. സിനിമയിൽ നമ്മൾ ഇതായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി പിന്നെ അങ്ങോട്ടേക്ക് ഒരു ബാക്കപ്പ് പ്ലാൻ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പോകുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ആയതിനു ശേഷം കയറാം എന്നുള്ള പ്ലാൻ വിചാരിച്ചിട്ട് ഈ ഇതിൽ വന്നത്. അപ്പോൾ അബിയുടെ ബാക്കപ്പ് പ്ലാൻ എന്താണ്? ബാക്കപ്പ് പ്ലാൻ ഞങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, കാറിൻ്റെ ഒക്കെ ഒരു സംബന്ധിച്ച ബിസിനസ് ഉണ്ട്, കുഴപ്പമില്ല പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ് വാഹനങ്ങൾ, ഞാൻ അങ്ങോട്ട് തന്നെ പോകും. അതെ, ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഒരു തികഞ്ഞ കാർ പ്രേമി. നമുക്ക് കാർ മാത്രമല്ല ബൈക്കും അത്രയും ഇഷ്ടമുള്ളൂ. ഇപ്പം സിനിമയിൽ വന്നപ്പോഴും ആ ഭാഗ്യല്ലേ, ഡിഫൻഡറിന്റെ കളിയോട് കളി. ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള വാഹനം? ഏതാണ്? അങ്ങനെ പറയുന്നത് ശരിയല്ല. അച്ഛൻ എനിക്ക് തോന്നുന്നു ഈ ഒരു BMW എടുത്തപ്പോ ഇത് അവന് വേണ്ടി അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു തോന്നില്ലേ, അവന്റെ ഇഷ്ടപ്രകാരം. അത്രത്തോളം ഇഷ്ടമാണ്. ഇപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സിനിമയിൽ ഈ ഡിഫൻഡറുമായിട്ടുള്ള ഒരു സിനിമയിലാണോ ആദ്യമായിട്ട് ഡിഫൻഡർ ഓടിക്കുന്നതോ? അല്ലല്ല, ഫ്രണ്ട്സിനുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു സിനിമയിൽ ഇത്രയും വണ്ടിയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എക്സൈറ്റ്മെന്റ്? 1, 2, 3 ഒന്നല്ലല്ലോ, ഫസ്റ്റ് ഡേ ഇഷ്ടം പോലെ വണ്ടി, കുറെ ഡിഫൻഡറിൽ, പിന്നെ G-Wagon, അങ്ങനെ കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു. അതും ഫസ്റ്റ് പടത്തിൽ തന്നെ ഇത്രയും ഐക്കോണിക് ആയിട്ടുള്ള വണ്ടികൾ കിട്ടുക, ഇവരുടെ കൂടെ തന്നെ ഇത്ര ഐക്കോണിക് വണ്ടികൾ കിട്ടുന്ന ഭയങ്കര ഒരു പ്രത്യേകിച്ചൊരു ഒരു കാർ ഗായ് എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ ഉണ്ടെന്ന് കുറച്ചുകൂടെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ.